ഇനി ചെയ്യില്ലേ, ഇനി മെലിയല്ലേ, എന്നോട് തന്നെ എത്ര പറയണം, ഇനി മെലിയല്ലേ, ഇത്രയും മതി എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാറുണ്ട്. ഈ ഉപദേശിക്കുന്ന ആൾക്കാരൊന്നും വണ്ണം കൂടുമ്പോൾ ആരെയും കാണാറില്ല, അത് വേറെ കാര്യം. നമുക്കറിയാൻ പറ്റും നമുക്ക് എത്ര വെയിറ്റ് വേണം, അതിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കുക. ബാക്കി പുറമേയുള്ള ഒരാളെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ മുഖം, നമ്മുടെ ശരീരം ഏറ്റവും വൃത്തിയായിട്ടും ഭംഗിയായിട്ട് വെക്കാൻ മനസ്സിലാക്കാനുള്ള കഴിവ് അത് നമുക്ക് മാത്രമേ ഉള്ളൂ. ആരുടെ ഉപദേശം ശ്രദ്ധിക്കാണ്ടിരിക്കുക. നമുക്ക് ഏതാണോ നല്ലത്, നമ്മളെ എങ്ങനെ കാണാനാണോ ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ എല്ലാവരെക്കാളും ഐഡിയ ഉള്ളത്. ഇനി മെലിയല്ലേ, ഒരു സെർട്ടൈൻ പോയിന്റിന് ശേഷം നമ്മൾ ബോഡി വെയിറ്റ് കുറയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ മെലിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിലും നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കാര്യമാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ബീങ് ലീൻ ഡസൻ മീൻ ബീങ് വീക്ക്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏകദേശം ഒരു 21 to 25% ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ആണ് അവർക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള റേഞ്ച്. അതൊരു 32% എബോവ് പോവുകയാണെങ്കിൽ ഒരു ഒബീസ് ആയിട്ടുള്ള റേഞ്ചിലോട്ടാണ് പോകുന്നത്. ഇതാണ് ഒരു 22% ബോഡി ഫാറ്റ് ഒക്കെ വരുമ്പോൾ ഒരു ഫിസിക്ക്. ആൻഡ് അതുപോലെ തന്നെ ഇതാണ് ഒരു 25% ബോഡി ഫാറ്റ് റേഞ്ച് ഒക്കെ വരുമ്പോൾ ഒരു ഫിസിക്ക്. ആൻഡ് നമ്മളിപ്പോൾ റിമിയുടെ കറന്റ് ഫിസിക്ക് നോക്കുവാണെങ്കിൽ വിച്ച് ഇസ് ക്ലോസർ ടു ദ ഐഡിയൽ റേഞ്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ ടേംസ് ഓഫ് ബോഡി ഫാറ്റ് റിമി ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെയാണ് ഇപ്പോൾ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ്, അത്യാവശ്യം മെലിഞ്ഞിരിക്കുന്ന ഒരാൾ, എസ്പെഷ്യലി സ്ത്രീകളും കൂടി ആണെങ്കിൽ അവരോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിക്കണം, നല്ലപോലെ സൈസ് വെക്കണം, അല്ലെങ്കിൽ ഇച്ചിരി കൂടി തടി വെക്കണം. പക്ഷെ നമ്മൾ സയന്റിഫിക്കലി നോക്കുവാണെങ്കിൽ ഇതൊട്ടും കറക്റ്റ് ആയിട്ടുള്ള കാര്യമേ അല്ല. ഒരുപാട് നമ്മൾ സ്കിന്നി ആയിട്ടിരിക്കാനും പാടില്ല. എന്നാൽ ഇതുപോലൊരു ഹെൽത്തി ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് റേഞ്ചിൽ വരുമ്പോഴത്തേക്കും ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 20-25% ഇടയിൽ ബോഡി ഫാറ്റ് വരുമ്പോഴത്തേക്കും അത് ഏറ്റവും ഹെൽത്തി, എനർജറ്റിക് ആൻഡ് ഹോർമോണലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് വീണ്ടും വണ്ണം വെക്കാനായിട്ട് ആരും ഉപദേശം കൊണ്ട് പോകേണ്ട കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഫിസിക്ക് കാണുമ്പോഴത്തേക്കും നിങ്ങൾ ഒരിക്കലും വീക്ക് എന്നല്ല ചിന്തിക്കേണ്ടത്. അതൊരു കൺട്രോൾഡ്, കൺസിസ്റ്റന്റ് ആൻഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര ഹാർഡ് വർക്ക് എല്ലാം ചെയ്ത് ബോഡി ഫാറ്റ് എല്ലാം കുറച്ച് ബോഡി വെയിറ്റും കുറച്ച് നല്ലൊരു ഹെൽത്തി റേഞ്ച് എത്തിയിട്ടും നിങ്ങൾ ഇനിയും ബോഡി ഷേമിങ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ റീൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഫിറ്റ്നസ് ടിപ്സ് വേണമെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക.